മിശിഹായ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവെടികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം പഠന പരമ്പര മുന്നോട്ട് പോകുന്നു. നമ്മൾ 52-ാം പാഠമാണ് ക്ലാസ് എടുക്കുക. 293 മുതൽ 298 വരെയുള്ള പേജുകളിലാണ് ഈ പാഠം കാണുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈശോയെ, നിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നാളുകളിൽ ഞങ്ങളുടെ ക്ലാസ്സുകളെ അനുഗ്രഹിക്കുന്നതിനും നടത്തുന്നവരെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ കൂടുതൽ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ കൂടുതൽ ശക്തരാക്കണമേ. ക്ലാസ് നടത്തുന്നവരെയും പഠിക്കുന്നവരെയും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സഭയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയും ചെയ്യണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർത്തമാന പുസ്തകത്തിലെ 52-ാം പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റോമിലെ കരിയാറ്റിൽ ഔസേഫ് മൽപ്പാൻ്റെയും പാറേമാക്കൽ തോമാ കത്തനാരുടെയും അനുഭവങ്ങളെ ആസ്പദമാക്കി ആണ് ഈ 52-ാം പാഠം നമ്മൾ കാണുക. അവരനുഭവിച്ച വേദനയും തിക്താനുഭവങ്ങളും അതിൻ്റെ ഒരു 5 ആശയങ്ങളായിട്ട് നമ്മൾ ക്ലാസ്സിൽ കാണുകയാണ്. ഒന്നാമത്തെ ആശയം, നിരാശാജനകമായ ഒരു അന്ത്യ തീരുമാനം. റോമിലെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ മാർത്തോമ മെത്രാൻ്റെ കാര്യത്തിൽ കർദിനാൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. പോർച്ചുഗൽ രാജ്ഞിയുടെ സമ്മർദ്ദമുണ്ടായതിനാൽ തികച്ചും അവ്യക്തവും ഒഴുക്കൻ മട്ടിലുള്ളതുമായ ഒരു തീരുമാനമാണ് അവർ എടുത്തത്. മലങ്കര സഭയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സമാധാനം സ്ഥാപിക്കാനോ ഉതകുന്ന ഒന്നും അതിലില്ലായിരുന്നു. റോമിൽ ചെന്ന നീതി ലഭിക്കുമെന്ന നസ്രാണികളുടെ പ്രതീക്ഷ അസ്തമിച്ച നിമിഷമായിരുന്നു അത്. രണ്ടാമത്തെ ഒരു ആശയം, രാജപ്രതിനിധിയുടെ മൗനം. സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി തീരുമാനമെടുക്കാൻ ഗോവ മെത്രാപ്പോലീത്തയ്ക്ക് അധികാരം നൽകണമെന്ന് പോർച്ചുഗീസ് രാജ്ഞി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രാജപ്രതിനിധി കർദിനാൾ അന്തോന്നിലിയുമായുള്ള സൗഹൃദം ഭയന്നും കർമ്മലിത്താക്കാരുടെ അതൃപ്തി സമ്പാദിക്കാതിരിക്കാനും വേണ്ടി സത്യത്തിനു വേണ്ടി നിലകൊണ്ടില്ല. ദൈവപ്രീതിയേക്കാൾ ലോകപ്രീതിക്ക് അദ്ദേഹം മുൻഗണന നൽകിയെന്ന് പാറേമാക്കൽ കുറ്റപ്പെടുത്തുന്നു. മൂന്നാമത്തെ ആശയം, വത്തിക്കാൻ ഗ്രന്ഥാലയത്തിലെ പുസ്തകങ്ങൾ. റോമിൽ താമസിക്കുന്ന സമയത്ത് സഭയുടെ ഉന്നമനത്തിനായി പുസ്തകങ്ങൾ ശേഖരിക്കാൻ ഇരുവരും തീരുമാനിച്ചു. വത്തിക്കാൻ ഗ്രന്ഥാലയത്തിൽ സുറിയാനി പിതാവായ മാർ അപ്രയം മൽപ്പാൻ്റെ പുസ്തകങ്ങൾ അച്ചടിച്ചു വച്ചിട്ടുണ്ടെന്ന് അവർ അറിഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നതിനാൽ പീലിപ്പോസ് വ്യാജോളി എന്ന വൈദികൻ്റെ ഉപദേശപ്രകാരം അവ സൗജന്യമായി ലഭിക്കാനായി മാർപ്പാവയ്ക്ക് അവർ അപേക്ഷ നൽകി. നാലാമത്തെ ആശയം, വത്തിക്കാൻ്റെ അവഗണന. മലങ്കരയിലെ വിശ്വാസികൾക്കായി അവർ അപ്രേമിൻ്റെ പുസ്തകങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കർദിനാൾ വഴി സമർപ്പിച്ചു. ആദ്യം പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് മാർപ്പാപ്പ ആ അപേക്ഷ നിരസിച്ചു. ഒരു ഭൃത്യൻ വഴിയായാണ് ഈ വിവരം അവരെ അറിയിച്ചത്. സഭയുടെ തലവനോട് ചെറിയൊരു കാര്യം ചോദിച്ചിട്ട് പോലും അത് നിഷേധിക്കപ്പെട്ടത് പാറേമാക്കലിനെ വല്ലാതെ വേദനിപ്പിച്ചു. നസ്രാണി സമൂഹത്തിന് വത്തിക്കാൻ നൽകുന്ന വില എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ നിസ്സാര സംഭവം താൻ എഴുതുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അഞ്ചാമത്തെ കാര്യം, പ്രാർത്ഥനാ പുസ്തകവും മറ്റു നേട്ടങ്ങളും. തിരിച്ചടികൾക്കിടയിലും അവർ സഭയ്ക്കായി ചില കാര്യങ്ങൾ നേടിയെടുത്തു. മലയാളികൾക്കായ പ്രാർത്ഥനാക്രമങ്ങളും ജപമാലയും അടങ്ങിയ ഒരു ചെറിയ പുസ്തകം അച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും മോൺസിഞ്ഞോർ ബോർജി അത് തടഞ്ഞു. എങ്കിലും മലങ്കരയിലെ പ്രധാന പള്ളികളിൽ പെരുന്നാൾ ദിവസങ്ങളിൽ ദണ്ഡവിമോചനം അനുവദിച്ചുകൊണ്ടുള്ള കൽപ്പനകളും കുർബാന പുസ്തകങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും കർദിനാൾ വഴി നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു. ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. റോമിലെ പരിശ്രമങ്ങൾക്കൊടുവിൽ കർദിനാൾ പ്രഖ്യാപിച്ച തീരുമാനത്തിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു?
മനസ്സില്ലാ മനസ്സോടെയുള്ളതും വ്യക്തതയില്ലാത്തതും മലങ്കരയിലെ കുഴപ്പങ്ങൾക്ക് പരിഹാരമില്ലാത്തതുമായൊരു ഒഴുക്കൻ മട്ടിലുള്ള തീരുമാനമായിരുന്നു അത്. മാർത്തോമ മെത്രാൻ്റെ കാര്യത്തിൽ റോമിന്മേൽ സമ്മർദ്ദം ചുലുത്തിയത് ആരായിരുന്നു? പോർച്ചുഗൽ രാജ്ഞി. മലങ്കരയിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമായി പാറേമാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു എന്താണ്? പ്രേക്ഷിത വേല ചെയ്യുന്നവരുടെ പക്ഷപാതപരമായ നിലപാടുകളും അവരുടെ മനോദോഷവും. രാജപ്രതിനിധി സത്യത്തിനു വേണ്ടി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ട്? കർദിനാൾ അന്താനുല്യമായുള്ള സൗഹൃദം നിലനിർത്താനും കർമ്മലിത്താക്കാരുടെ എതിർപ്പ് ഭയന്നും ലോകപ്രീതി ആഗ്രഹിച്ചുകൊണ്ടും. വത്തിക്കാൻ ഗ്രന്ഥാലയത്തിൽ ലഭ്യമായിരുന്ന ഏതു പിതാവിൻ്റെ പുസ്തകങ്ങളാണ് അവർക്ക് വേണമെന്ന് തോന്നിയിരുന്നത്? മാർ അപ്രേം മൽപ്പാൻ്റെ പുസ്തകങ്ങൾ. പുസ്തകങ്ങൾക്കായി മാർപ്പാപ്പയ്ക്ക് അപേക്ഷ നൽകാൻ അവരെ സഹായിച്ച വൈദികനാര്? ഫിലിപ്പോസ് വ്യാജോളി. മാർ അപ്രേമിൻ്റെ പുസ്തകങ്ങൾക്കായി സമർപ്പിച്ച അപേക്ഷയുടെ ഫലം എന്തായിരുന്നു? മാർപ്പാപ്പ ആ അപേക്ഷ നിരസിച്ചു. മാർപ്പാപ്പയുടെ തീരുമാനം കർദിനാൾ നേരിട്ട് അറിയിക്കാതിരുന്നത് എന്തുകൊണ്ട്? നേരിട്ട് പറയാനുള്ള നാണക്കേടുകൊണ്ട്. വത്തിക്കാനിൽ നിന്നേറ്റ ഈ അവഗണനയെക്കുറിച്ച് പാറേമാക്കൾ വിവരിക്കുന്നത് എന്തിനാണ്? റോമിന് നസ്രാണി സമൂഹത്തോടുള്ള ബഹുമാനം എത്രത്തോളമുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും മേലിൽ ഇത്തരം ദോഷത്വങ്ങൾ ആവർത്തിക്കാതിരിക്കാനും. മലയാളികൾക്കായി പ്രാർത്ഥനാ പുസ്തകം അച്ചടിക്കാനുള്ള ശ്രമം തടഞ്ഞത് ആര്? മോൺസിഞ്ഞോർ ബോർജിയ. പള്ളികളിലെ പെരുന്നാളുകൾക്കായി അവർ നേടിയെടുത്ത പ്രധാന അനുവാദം എന്തായിരുന്നു? ദണ്ഡവിമോചനം. മടക്കയാത്രയ്ക്ക് മുമ്പ് അവർക്ക് ലഭിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? കുർബാന പുസ്തകങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം, ദൈവശാസ്ത്ര പുസ്തകങ്ങൾ എന്നിവ.